നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് യൂറോപ്യൻ യൂണിയൻ പൂട്ടിടുന്നു. 13 വയസ്സിൽ താഴെയുള്ളവർക്ക് കർശന നിയന്ത്രണമാണ് വരുന്നത്. യൂറോപ്പിലെ മലയാളി പ്രവാസികൾ ഉൾപ്പെടെയുള്ള മാതാപിതാക്കൾ അതീവ ശ്രദ്ധയോടെ കാണേണ്ട ഒരു പുതിയ വാർത്തയാണ് ഇത്. ബെൽജിയം തലസ്ഥാനമായ ബ്രസൽസിൽ നിന്നും പുറത്തു വരുന്നത് കുട്ടികളുടെ ഓൺലൈൻ സുരക്ഷ മുൻനിർത്തി യൂറോപ്യൻ യൂണിയനിൽ ഉടനീളം ചെറിയ കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്താൻ യൂറോപ്യൻ കമ്മീഷന്റെ പ്രത്യേക വിദഗ്ധ സമിതി ശുപാർശ ചെയ്തു. വരും മാസങ്ങളിൽ ഇത് സംബന്ധിച്ച പുതിയ നിയമനിർമ്മാണ നിർദ്ദേശങ്ങൾ ഉണ്ടാവും. കുട്ടികളുടെ മാനസിക ആരോഗ്യത്തെയും ഭാവിയെയും ബാധിക്കുന്ന ഈ നിർണായക നീക്കത്തിന്റെ പ്രധാന വിവരങ്ങളാണ് ഇനി പറയുന്നത്. പ്രായത്തിനനുസരിച്ച് ഘട്ടങ്ങളായുള്ള നിയന്ത്രണം ഡോക്ടർമാർ, അധ്യാപകർ, മനഃശാസ്ത്രജ്ഞർ, രക്ഷിതാക്കൾ എന്നിവരടങ്ങുന്ന വിദഗ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിലെ പ്രധാന നിർദ്ദേശങ്ങൾ ഇനി പറയുന്നവയാണ്. കൊച്ചുകുട്ടികളെയും മുലകുടിക്കുന്ന പ്രായത്തിലുള്ള കുട്ടികളെയും യാതൊരു കാരണവശാലും മൊബൈലോ മറ്റ് ഡിജിറ്റൽ സ്ക്രീനുകളോ കാണിക്കാൻ അനുവദിക്കില്ല. 3 മുതൽ 12 വയസ്സ് വരെ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് സ്കൂളുകളിലോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ മുതിർന്നവരുടെയോ പൂർണ്ണമായ മേൽനോട്ടത്തിൽ മാത്രമേ സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ ഉപകരണങ്ങളും ഉപയോഗിക്കാൻ അനുമതി നൽകുകയുള്ളൂ. അതേസമയം 13 മുതൽ 18 വയസ്സ് വരെ ഈ പ്രായത്തിലുള്ള കൗമാരക്കാർക്ക് സ്വയം ഭരണാധികാരത്തോടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം. എന്നാൽ സുരക്ഷാ ഫീച്ചറുകൾ കൃത്യമായി പാലിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ മാത്രമായിരിക്കണം ഇത്. ഈ വേനൽക്കാല അവധിക്ക് ഇത് സംബന്ധിച്ച നിയമങ്ങൾ കൊണ്ടുവരുമെന്നാണ് യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ ഉർസുല ഫോൺ ഡെർ ലയൻ പറഞ്ഞത്. ഇതിന് മോഡലാകുന്നത് ഓസ്ട്രേലിയയാണ്. 2025 അവസാനത്തോടെ കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് പ്രായപരിധി നിശ്ചയിച്ച് ലോകത്തിലെ ആദ്യ രാജ്യമായി ഓസ്ട്രേലിയ മാറിയിരുന്നു. ഇത് യൂറോപ്പിലും നടപ്പിലാക്കാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ജർമ്മനി നേരിടുന്ന കനത്ത സാമ്പത്തിക മാന്ദ്യത്തിനും നിക്ഷേപ മുരടിപ്പിനും പ്രധാന കാരണമായി പറയപ്പെടുന്ന കടുത്ത ബ്യൂറോക്രസി അവസാനിപ്പിക്കാൻ ചരിത്രപരമായ നീക്കവുമായി ജർമ്മൻ ഭരണകൂടം. രാജ്യത്തെ ഡിജിറ്റൽ കാര്യമന്ത്രി കാർസ്റ്റൻ വിൽഡ്ബർഗർ ഇതിനായുള്ള വിപ്ലവകരമായ പദ്ധതികൾ പ്രഖ്യാപിച്ചു. ബിസിനസ് സ്ഥാപനങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, കെട്ടിട ഉടമകൾ, സാധാരണ പൗരന്മാർ എന്നിവരെ ശ്വാസം മുട്ടിക്കുന്ന വലിയൊരു കൂട്ടം റിപ്പോർട്ടുകളും ഫോമുകളും നിബന്ധനകളും പൂർണ്ണമായി വെട്ടിമാറ്റാനാണ് പുതിയ തീരുമാനം. ജർമ്മനിയിലെ പ്രവാസി മലയാളികൾക്കും ബിസിനസ് സംരംഭകർക്കും വലിയ രീതിയിൽ ഗുണം ചെയ്യുന്ന ഈ പദ്ധതിയുടെ പ്രധാന വിവരങ്ങളെ പറ്റിയാണ് ഇനി പറയുന്നത്. ചുവപ്പ് നാടകളില്ലാത്ത പുതിയ ജർമ്മനി സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. തൊഴിൽ മേഖലയിലും നിത്യജീവിതത്തിലും ജർമ്മനിയിലെ കടുത്ത നിയമങ്ങളും അനുമതികൾക്കുമായുള്ള നീണ്ട കാത്തിരിപ്പും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഇതിന് പരിഹാരമായാണ് ഡിജിറ്റൽ മന്ത്രാലയം ഈ മെഗാ സ്ട്രൈക്ക് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. കമ്പനികൾക്കും സാധാരണക്കാർക്കും അനാവശ്യമായ നൂറുകണക്കിന് ഫോമുകളും നിയമപരമായ റിപ്പോർട്ടിംഗ് ബാധ്യതകളും ഇതോടെ ഇല്ലാതാവും. കോടിക്കണക്കിന് യൂറോയുടെയും സമയത്തിന്റെയും ലാഭം പുതിയ പരിഷ്കാരം നടപ്പിലാക്കുന്നതോടെ കമ്പനികൾക്കും വ്യവസായങ്ങൾക്കും തങ്ങളുടെ പ്രധാന ബിസിനസ്സുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. അനാവശ്യ ഡോക്യുമെന്റേഷനുകൾ ഒഴിവാക്കുന്നതിലൂടെ രാജ്യത്തെ ബിസിനസ് മേഖലയ്ക്ക് കോടിക്കണക്കിന് യൂറോയുടെ സാമ്പത്തിക ലാഭവും വലിയ തോതിൽ സമയലാഭവും ഉണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് ജർമ്മനിയിലേക്ക് കൂടുതൽ വിദേശ നിക്ഷേപങ്ങളെ ആകർഷിക്കാൻ സഹായിക്കും. അതേസമയം പ്രവാസികൾക്കും സംരംഭകർക്കും വലിയ ആശ്വാസം നൽകുന്ന ഈ പദ്ധതി ജർമ്മനിയിൽ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്കും പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസി മലയാളികൾക്കും കൺസ്ട്രക്ഷൻ, ക്രാഫ്റ്റ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും ഈ തീരുമാനം വലിയ അനുഗ്രഹമാകും. ഒരു അനുമതിക്കായി ആഴ്ചകളോളം സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുന്ന അവസ്ഥയ്ക്ക് ഇതോടെ മാറ്റമുണ്ടാകും. എന്തൊക്കെ നിയമങ്ങളാണ് പൂർണ്ണമായി ഒഴിവാക്കുന്നത് എന്നതിന്റെ വിശദമായ പട്ടിക ഉടൻ തന്നെ ഔദ്യോഗികമായി പുറത്തുവിടും. തിളയ്ക്കുന്ന വേനൽ ചൂടിൽ ജർമ്മനിയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ മുൾമുനയിലാഴ്ത്തി കടുത്ത പ്രകൃതിക്ഷോഭം ഉണ്ടായി. തിങ്കളാഴ്ച രാത്രിയോടെ ആരംഭിച്ച ശക്തമായ കൊടുങ്കാറ്റിലും അതിശക്തമായ മഴയിലും ആലിപ്പഴ വർഷത്തിലും വൻ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഗോൾഫ് ബോളിന്റെ വലിപ്പത്തിലുള്ള കൂറ്റൻ ആലിപ്പഴങ്ങളാണ് പലയിടങ്ങളിലും പതിച്ചത്. ഇത് വീടുകളുടെ മേൽക്കൂരകൾ തകർക്കുകയും റോഡിൽ നിർത്തിയിട്ടിരുന്ന നൂറുകണക്കിന് കാറുകളുടെ ചില്ലുകൾ തകർത്ത് ബോഡി പൂർണ്ണമായും തകർക്കുകയും ചെയ്തു. വടക്കൻ ജർമ്മനിയിലെ പല നഗരങ്ങളും മിനിറ്റുകൾക്കകം പ്രളയത്തിലാവുകയും മധ്യവേനൽക്കാലത്ത് നാട് പൂർണ്ണമായും മഞ്ഞുമൂടിയ അവസ്ഥയിലാവുകയും ചെയ്തു. തിങ്കളാഴ്ച രാത്രി 9 മുതൽ പുലർച്ചെ 1 മണി വരെയാണ് ലോവർ സാക്സണി സംസ്ഥാനത്ത് ഇത്തരം ദുരന്തങ്ങൾ സംഭവിച്ചത്. മേക്ലൻബുർഗ് ഫോർപോമനിൽ സംസ്ഥാനത്തെ വിറ്റംബർഗ് നഗരത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. നോർത്ത് റൈൻ വെസ്റ്റ്ഫാളിയയിലും സംഭവം അതേപടി ഉണ്ടായി. ഗ്ലോബൽ മലയാളി ഫെഡറേഷന്റെ നേതൃത്വത്തിലുള്ള 37ാമത് അന്തർദേശീയ പ്രവാസി സംഗമത്തിന് തുടക്കമായി. ജർമ്മനിയിലെ ഐഫലിലെ ഓയിസ്കൃഷൻ ഡാലേം ബേസൻ ഹൌസിൽ ജൂലൈ 13 തിങ്കളാഴ്ച വൈകുന്നേരം 8 മണിക്ക് GMF ഗ്ലോബൽ ചെയർമാൻ പോൾ ഗോപുരത്തിങ്കൽ, സണ്ണി വേലുക്കാരൻ, അപ്പച്ചൻ ചന്ദ്രത്തിൽ, എബ്രഹാം നടുവിലെഴുത്ത്, സിറിയക് ചെറുകാട് എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി സംഗമം ഉദ്ഘാടനം ചെയ്തു. സിറിയക് ചെറുകാടിന്റെ നേതൃത്വത്തിലുള്ള ഗായക സംഘം പ്രാർത്ഥനാഗാനം ആലപിച്ചു. GMF ജർമ്മനി പ്രസിഡന്റ് സണ്ണി വേലുക്കാരൻ സ്വാഗതം ആശംസിച്ചു. ലോക കേരള സഭാ അംഗം
ജോസ് കുമ്പിളുവേലിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ജോസ് തോമസ് പരിപാടികൾ മോഡറേറ്റ് ചെയ്തു. സംഗമത്തിനു മുൻപ് പങ്കെടുത്തിരുന്ന മൺമറഞ്ഞു പോയവരെ സ്മരിച്ചുകൊണ്ട് 1 മിനിറ്റ് മൗനം ആചരിച്ചു. യൂറോപ്പിലെ പ്രശസ്ത ഗായകനായ സിറിയക് ചെറുകാട് നയിച്ച ഗാനമേളയും DJ പാർട്ടിയും സംഗമത്തിന്റെ ആദ്യ ദിവസത്തെ കൊഴുപ്പുള്ളതാക്കി. 5 ദിനങ്ങളിലായി അരങ്ങേറുന്ന പരിപാടികളിൽ സെമിനാറുകൾ, ചർച്ചകൾ, കലാ സാഹിത്യ സായാഹ്നങ്ങൾ, യോഗ, ഗാനമേള തുടങ്ങിയവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജൂലൈ 17 സംഗമത്തിന് തിരശ്ശീല വീഴും. ജർമ്മനിയിലെ പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ പൗരന്മാർക്കും വലിയ ആശ്വാസം നൽകുന്ന സുപ്രധാന നിയമ പരിഷ്കാരങ്ങളുമായി മെർസ് സർക്കാർ. സ്മാർട്ട് ഫോണുകളിൽ ഉപയോഗിക്കാവുന്ന ഡിജിറ്റൽ തിരിച്ചറിയൽ കാർഡുകൾ, ഒപ്പം പാസ്പോർട്ട്, ID കാർഡ് എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി ബ്യൂറോക്രാറ്റിക് ഇളവുകളാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ പുതിയ നിയമങ്ങൾ ഈ വർഷം 2ാം പകുതിയോടെ രാജ്യത്ത് ഘട്ടങ്ങളായി നിലവിൽ വരും. ഡിജിറ്റൽ ജർമ്മനിയിലേക്കുള്ള വലിയ ചുവടുവയ്പിന്റെ പ്രധാന ഭാഗമാണ് ഈ മാറ്റം. EUDI വാലറ്റ്, ID കാർഡും ഡ്രൈവിംഗ് ലൈസൻസും ഇനി മൊബൈലിൽ കിട്ടും. യൂറോപ്യൻ യൂണിയന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ EUDI വാലറ്റ് എന്ന ഡിജിറ്റൽ വാലറ്റ് ആപ്പ് കൊണ്ടുവരുന്നതിനുള്ള കരട് നിയമത്തിന് ജർമ്മൻ മന്ത്രിസഭ അംഗീകാരം നൽകി. എപ്പോൾ നിലവിൽ വരുമെന്ന് ചോദിച്ചാൽ ജർമ്മനിയിൽ 2027 തുടക്കത്തോടെ ഈ ഡിജിറ്റൽ ID സംവിധാനം പൂർണ്ണമായും ഉപയോഗത്തിൽ വരും. ബാങ്ക് അക്കൗണ്ട് തുറക്കൽ, പുതിയ കരാറുകളിൽ ഒപ്പുവയ്ക്കൽ, പ്രായം തെളിയിക്കൽ, വാഹനം വാടകയ്ക്കെടുക്കൽ തുടങ്ങിയ ആവശ്യങ്ങൾക്കെല്ലാം മൊബൈലിലെ ഡിജിറ്റൽ ID കാണിച്ചാൽ മതിയാകും. ഭാവിയിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉൾപ്പെടെയുള്ള മറ്റു രേഖകളും ഇതിലേക്ക് മാറ്റും. പൂർണ്ണമായും വ്യക്തിവിവരങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഉദാഹരണത്തിന്, ഓൺലൈനായി മദ്യം വാങ്ങുമ്പോൾ മുഴുവൻ വിവരങ്ങൾക്കും പകരം പ്രായപൂർത്തിയായി എന്ന് തെളിയിക്കുന്ന ഡാറ്റ മാത്രമായിരിക്കും ആപ്പ് കൈമാറുക. ഫിംഗർ പ്രിന്റ്, ഫേസ് ID അല്ലെങ്കിൽ പിൻ നമ്പർ ഉപയോഗിച്ച് ആപ്പ് സുരക്ഷിതമാക്കാം. ഫോൺ നഷ്ടപ്പെട്ടാൽ ഡിജിറ്റൽ ID ബ്ലോക്ക് ചെയ്യാനും സംവിധാനമുണ്ടാകും. ഈ വാലറ്റ് ഉപയോഗിക്കുന്നത് നിർബന്ധമല്ല, തികച്ചും വ്യക്തിപരമാണ്. എന്നാൽ 70 വയസ്സ് കഴിഞ്ഞവർക്ക് ഇനി പുതിയ ID കാർഡ് വേണ്ട. മുതിർന്ന പൗരന്മാർക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ് ഈ തീരുമാനം. നിലവിലെ ID കാർഡിന് അപേക്ഷിക്കുന്ന സമയത്ത് 70 വയസ്സ് തികഞ്ഞവർക്ക് കാർഡിന്റെ ഔദ്യോഗിക കാലാവധി കഴിഞ്ഞാലും അത് തുടർന്ന് ഉപയോഗിക്കാൻ സാധിക്കും. 10 വർഷം കൂടുമ്പോൾ ID കാർഡ് പുതുക്കണം എന്ന നിബന്ധന ഇവർക്കിനി ബാധകമല്ല. എന്നാൽ കാലാവധി കഴിഞ്ഞ കാർഡുകൾ ഓൺലൈൻ ID ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയില്ല. യൂറോപ്യൻ യൂണിയനിലെ മറ്റ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു സാധുവായ രേഖ കൂടെ കരുതുന്നതായിരിക്കും സുരക്ഷിതം. എന്നാൽ വീട് മാറിയാലും പാസ്പോർട്ടിൽ മേൽവിലാസം മാറ്റേണ്ടതില്ല. ജർമ്മനിയിൽ താമസ സ്ഥലം മാറുന്ന പ്രവാസികൾക്ക് ഏറ്റവും കൂടുതൽ സമയം നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് പാസ്പോർട്ടിലെ മേൽവിലാസം മാറ്റുക എന്നത്. പുതിയ നിയമപ്രകാരം വീട് മാറിപ്പോയാലും പാസ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മുൻപത്തെ താമസ സ്ഥലം മാറ്റേണ്ടതില്ല. ഇത് അങ്ങനെ തന്നെ നിലനിർത്താം. ഈയൊരു ഇളവ് വഴി ജർമ്മനിയിൽ 12 ലക്ഷം അനാവശ്യ അഡ്രസ് മാറ്റങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. ജർമ്മൻ പാർലമെന്റും ബുണ്ടസ്റാത്തും നിയമങ്ങൾക്ക് ഔദ്യോഗികമായ അംഗീകാരം നൽകുന്നതോടെ നിയമങ്ങൾ നിലവിൽ വരും. മലയാളികളുടെ പ്രിയപ്പെട്ട പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനുമായ അൽഫോൻസ് ജോസഫ് ജർമ്മനിയിലെ ഷുട്ട്ഗാർട്ടിൽ സംഗീത വിരുന്നൊരുക്കുന്നു. അൽഫോൻസ് നേതൃത്വം നൽകുന്ന എ മ്യൂസിക്കൽ ജേർണി എന്ന വമ്പൻ സംഗീത സന്ധ്യ ഓഗസ്റ്റ് 8 ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് ഷുട്ട്ഗാർട്ടിലെ വൈൻസ്റ്റാട്ടിൽ അരങ്ങേറും. വൈൻസ്റ്റാട്ട് സാംസ്കാരിക വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പരിപാടികൾ നടക്കുക. ഈ മെഗാ സംഗീത പരിപാടി സംഘടിപ്പിക്കുന്നത് പ്രവേശനം തികച്ചും സൗജന്യമാണ്. എന്നാൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. അൽഫോൻസ് ജോസഫിന്റെ മാസ്മരിക സംഗീത യാത്രയിലേക്ക് ജർമ്മനിയിലെ മുഴുവൻ സംഗീത പ്രേമികളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അറിയിച്ചു. ഫിഫ ലോകകപ്പിന്റെ ആദ്യ സെമിഫൈനലിൽ ഫ്രാൻസിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി സ്പെയിൻ ഫൈനലിൽ പ്രവേശിച്ചു. ടെക്സാസിലെ ഡാളസ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരം വളരെ കടുത്തതായിരുന്നു. ആദ്യ പകുതി കളിയുടെ തുടക്കം മുതൽ പന്ത് കൈവശം വെക്കുന്നതിൽ സ്പെയിൻ മുന്നിട്ടു നിന്നു. 22ാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി കൃത്യമായി ലക്ഷ്യത്തിലെത്തിച്ച് സ്പെയിനിനെ മുന്നിലെത്തിച്ചത് മൈക്കിളാണ്. ഫ്രഞ്ച് താരം ലൂക്കാസ് ഡിക് ബോക്സിനുള്ളിൽ യമാലിനെ ഫൗൾ ചെയ്തതിനാണ് റഫറി പെനാൽറ്റി വിധിച്ചത്. ഇതിനിടയിൽ 29ാം മിനിറ്റിൽ പ്രതിരോധ താരം വില്യം സാലിബ പരിക്കേറ്റ് പുറത്തായത് ഫ്രാൻസിന് തിരിച്ചടിയായി. 2ാം പകുതി തിരിച്ചടിക്കാൻ ഫ്രാൻസ് കിണഞ്ഞ് ശ്രമിച്ചുവെങ്കിലും 58ാം മിനിറ്റിൽ സ്പെയിൻ ലീഡ് 2 ഉയർത്തി. ഡാനി ഒൽമോ നൽകിയ മനോഹരമായ പാസ് സ്വീകരിച്ച് ഡിഫൻഡർ പേഡ്രോ പോറോ ആണ് ഫ്രഞ്ച് ഗോൾ കീപ്പറെ മൈഗനെ മറികടന്ന് പന്ത് വലയിൽ എത്തിച്ചത്. പ്രതിരോധ കോട്ട തകർത്താണ് 2 ഗോളുകൾക്ക് സ്പെയിൻ മുന്നിലായത്. ഇതോടെ കീലിയൻ എംബാപ്പയുടെ നേതൃത്വത്തിൽ ഫ്രാൻസ് ആക്രമണം കടുപ്പിച്ചുവെങ്കിലും സ്പാനിഷ് പ്രതിരോധം കാത്തുസൂക്ഷിച്ച ശക്തിയെ ഫ്രാൻസിന് തകർക്കാനായില്ല. ഈ വിജയത്തോടെ സ്പെയിൻ ലോകകപ്പിന്റെ കലാശ പോരാട്ടത്തിന് അർഹത നേടി.
ജൂലൈ 15 നടക്കുന്ന അർജന്റീന ഇംഗ്ലണ്ട് മത്സരത്തിലെ വിജയികളായിരിക്കും സ്പെയിൻ ഫൈനലിൽ നേരിടുക. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം.